അത് ഉദ്ദേശിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ മരിച്ചിട്ട് 15 വർഷമാവുന്നു. എങ്കിലും എൻ്റെ അമ്മയുടെ കറിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും വായിൽ വെള്ളം വരും. അത്ര നല്ല ടേസ്റ്റായിരുന്നു എൻ്റെ അമ്മയുടെ കറിക്ക്. അപ്പോൾ അതുപോലൊരു കറി ഞാൻ ഇന്ന് അമ്മ വെക്കുന്നത് കണക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കറിക്കായിട്ട് ഞാൻ ഒരു 7 കഷ്ണം കൊച്ചുള്ളി അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 6-7 വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, 2 തക്കാളി, 3 സ്പൂൺ മുളക് പൊടിയുണ്ട്. കാര്യം എനിക്ക് മീൻ ഇപ്പം ഇതിലെനിക്ക് 10-15 മീനോളം ഇരിപ്പുണ്ട്. മീൻ കുറവുള്ളവർക്ക് അത് കുറച്ചായിട്ട് മുളക് പൊടി എടുക്കാം. ഞാൻ 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, അത് മഞ്ഞൾപ്പൊടി ഞാൻ ഈ ചാളക്കറിക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. മഞ്ഞൾപ്പൊടിയും ഞാൻ 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ശകലം ഉലുവാപ്പൊടി, അത് നാം പിന്നെ കുറച്ചല്ലേ ഇടത്തുള്ളൂ ഒരു മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ശകലം തേങ്ങാപ്പാൽ, അത് കുറച്ച് തേങ്ങ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കൈ തേങ്ങ ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 കഷ്ണം വടക്കംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുകയാണ്. അതിൽ തന്നെ ഞാൻ ഉപ്പും ഇട്ട് വെക്കും. പിന്നീട് ഞാൻ കറിക്കായിട്ട് വേറെ വെള്ളം ഞാൻ എടുക്കാറില്ല. വടക്കംപുളിയും ഉപ്പും ഇട്ട് വെച്ചേക്കുന്ന ആ വെള്ളം തന്നെയാണ് ഞാൻ മീൻ കറിക്ക് എടുക്കുന്നത്. ഇതാണ് ഞാൻ കറി വെക്കാൻ വെട്ടി തേച്ച് വെച്ചേക്കുന്ന ചാളമീൻ. നമുക്ക് അടുപ്പ് വറ്റിക്കാം. ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ കറിക്കായിട്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 2 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഞാൻ അതിലേക്ക് ഇച്ചിരി കടുക് ഇടുകയാണ്. അതിലേക്ക് ഇനി ഞാൻ കൊച്ചുള്ളി ഇടുവാണ്. പൊടിക്കൂടി ഒന്ന് ബ്രൗൺ കളറായിക്കോട്ടെ. ഞാൻ ഉള്ളിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു കുറച്ച് നേരം ഇച്ചിരി നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കണേ. എനിക്ക് ചാള കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1.5 സ്പൂണോളം വരുന്ന മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അടപ്പ് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റോളം കറി തിളച്ച് ഞാൻ ഇനി അതിലേക്ക് കറി തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട്
ചെറുതായിട്ടൊന്ന് അരപ്പെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് കറി തിളച്ചോ ഒന്ന് നോക്കാവേ. നല്ല കറി തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി, ചാളക്കറിക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക നല്ലതാണ്. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി ഒന്ന് ഇളക്കാം. നല്ല തിളച്ചിട്ടുണ്ട്. ലേശം ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് കറി വെക്കുന്നത്. തീ കുറച്ച് ഇരുന്ന് വേണം കറി വേവേണ്ടുന്നത്. കറി ഏതാണ്ട് പാകമായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ചാളക്കറിയുടെ നല്ല മണമുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു. കറി അധികം നേരം നമ്മൾ ഇനിയിട്ട് തിളപ്പിക്കത്തില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി ശരിയായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മീൻകറി അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇറക്കിയത് നോക്കാം ഇനി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളെ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. മോളെ നമ്മുടെ കറി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കളയാം നമുക്ക്. ലേശം ചീനി അമ്മമ്മ മേടിച്ചിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ഇച്ചിരി നോക്കിക്ക എന്താ. മോളെ അമ്മമ്മയുടെ മീൻകറി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണേ. മോളെ കഴിച്ചു നോക്കിയിട്ട് എളുപ്പം അഭിപ്രായം പറ. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ് ആണ്. അടിപൊളി. ചീനിയും മീൻകറിയും കൂടെ എന്താ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ചാള മീൻകറി മോള് കൂട്ടിയിട്ട് നല്ലതാണെന്നാണ് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന് മോള് പറയുന്നു. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം. ഞാൻ വെച്ച രീതിയിൽ തന്നെ വെച്ച് നോക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ എൻ്റെ ഇതിനകത്ത് ചിക്കൻ കറിക്കകത്ത് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. അത് മല്ലിപ്പൊടി ഞാൻ ചേർക്കത്തില്ല എൻ്റെ ചിക്കൻ കറിയിൽ. 1-2 പേര് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് മല്ലിപ്പൊടി ചിക്കൻ കറിയിൽ ചേർക്കില്ല. ഞാൻ വെക്കുന്ന കറിയിൽ ചിക്കനകത്ത് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല. അതുകൊണ്ടാണ് അത് ചേർക്കാതെ നിങ്ങളും വെച്ച് നോക്കൂ. അപ്പം മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. എല്ലാവർക്കും അമ്മമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു.